അങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിൽ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ഇലക്ഷൻ ഡേ എന്ന് പറഞ്ഞാൽ. ഒരുപാട് പേരുണ്ടെങ്കിൽ മെയിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അഖിൽമാരാറിൻ്റെ സംഭവം അറിയാൻ വേണ്ടിയാണ്. അഖിൽമാരാർ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിലായിരുന്നു. ഒരുപാട് പേരുണ്ടെങ്കിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അഖിൽമാരാർ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഇത് കണക്ക് ഞാൻ തന്നെ ജയിക്കുക, എന്നാൽ ഭയങ്കര മാറ്റമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ പിഷാരടിക്ക് എതിരെയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിഷാരടി ജയിക്കത്തില്ല, അല്ലെങ്കിൽ എന്തിനാണ് നിൽക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിഷാരടിക്ക് ഉണ്ടെങ്കിൽ നല്ല ലീഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് അഖിൽമാരാറിനെ നോക്കിക്കഴിഞ്ഞാൽ അഖിൽമാരാർ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തോറ്റ് ഇരിക്കുകയാണ്. ഒരു മുന്നേറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ വന്ന് പറയുന്നുണ്ട് ഇത് എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ നിൽക്കേണ്ട കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അഖിൽമാരാർ വന്ന് ഇത് കണക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ തകർക്കാൻ വേണ്ടി ഒരുപാട് പേര് നോക്കുന്നു. അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് തന്നെ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഭയങ്കര നിരാശ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെറുപ്പൊക്കെ തുടങ്ങി. ഇതെനിക്ക് എന്തിനാണ് അഖിൽമാരാർ ഇതേകണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ്. നേരത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇലക്ഷൻ നിന്നതിന് ശേഷമുണ്ട് ഈ സംസാരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പണി കിട്ടുകയും പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രശ്നമെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഇന്ന് അവസാനം ഇലക്ഷൻ ഡേ വന്ന എല്ലാവരും കാത്തിരുന്നാണ് അഖിൽമാരാറിന് എന്തുവാന്നുള്ളത്. അങ്ങനെ ഒടുവിലുണ്ടെങ്കിൽ അത് സംഭവിക്കുകയും ചെയ്തു. എന്തായിരുന്നാലും ഇനി അടുത്ത ഇലക്ഷന് നിൽക്കുമോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും പുതിയ പാർട്ടിയിലോട്ട് പോകില്ലയോ എന്നൊന്നും അറിയത്തില്ല. അതോ നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും പണിക്ക് പോകുമെന്നും അറിയില്ല.